എവിടെ നിശബ്ദം? എടി സാറാമേ, എടി സാറാമേ, എടി സാറാമേ, എടി സാറാമേ. ഓ എന്തോ മനുഷ്യനെ എന്തിനാ കണ്ണിൽ കാണുന്നത്? എടി നിന്നെ വിളിച്ചാൽ വരാൻ എന്താ താമസം? ദേ ഞങ്ങളുടെ 100 പശു പണ്ടുണ്ട് ചാറാമേ ചാറാൻ വിളിക്കരുത്. എന്തോന്ന് സാറോ? നാട്ടിൽ കടങ്കര അവറാച്ചേനെ മോളാ. അവിടെ ദോഹ വന്നപ്പോ സാറ്. എന്തിനാ പശുവിനെ വിളിച്ചത്? ആദ്യം അത് പറ. എടി ഇതിന് സ്വർഗത്തിന് ഒരു വിളിയുണ്ട്. ദൈവമാണ് എന്തോ. എന്തിന് നിങ്ങളെ ദൈവം വിളിച്ചെന്നാ? അതും സ്വർഗത്തിന്. മനുഷ്യനെ അത് വല്ല അശീരിയായിരിക്കും. അല്ലെങ്കിൽ ഫോൺ എടുത്ത് നോക്ക്, അടുത്തുനിന്ന് വല്ല ആയിരിക്കും. ഇത് ദൈവം തന്നെയാണെന്ന് തോന്നുന്നു. ഓ ഇത് പറയാൻ വേണ്ടിയാണ് അവർക്ക് കാറിയത്. എനിക്ക് ലേഡീസിന് സമയമായി, മേക്കപ്പ് ചെയ്യേണ്ടതാ. ഓ സ്വന്തം വീട്ടിൽ അമ്മയെ സഹായിക്കാത്തല്ലോ, എല്ലാവരുടെ വീട്ടിൽ പോയി ലേഡി പാത്രം കഴിക്കുന്നു. നിങ്ങളോ നിങ്ങളുടെ ആൾക്കാരോ സഹായിക്കുന്നില്ല, ഞാൻ ഇനി പോലെ സഹരിച്ചോട്ടെ. സ്വന്തം വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്തല്ലോ, എല്ലാവരുടെ വീട്ടിൽ പോയി ലേഡീസ് മീറ്റിംഗ് പോകുന്നു. പിന്നെ ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുള്ള അനുഗ്രഹങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ നോക്ക്, എനിക്ക് വഴി നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ ഞാൻ പോവാ. അബ്രഹാമേ, ഇതൊരു കൊല്ലം ചതിയായല്ലോ. ആ ഇഷ്മേലിനെ വല്ലതും ചോദിച്ചിരുന്നെങ്കിൽ അതൊരു പൊട്ടനായിരുന്നു. ഇതിപ്പം ഇസാക്കിനെ എങ്ങനെ ഞാൻ അവിടെ വരെ കൊണ്ടുവരും? കൂട്ടത്തിൽ കുറച്ച് വിവരമുള്ള ആൾ മാത്രമേ ഉള്ളൂ. ഇതൊരു മെഗാ ഓഫർ ആയല്ലോ. പറഞ്ഞപോലെ അവനെ കൊടുത്തില്ലെങ്കിൽ വല്ല ദൈവകോപം വന്നാലോ. എൻ്റെ കമ്പനി, വില്ല, എൻ്റെ BMW കാറ്, അവൻ്റെ ഫെറാറി കാറ്, ചർച്ചിലുള്ളവരെ എന്നെ സ്നേഹിക്കുന്നതെല്ലാം അവളുണ്ട്. ഇതെല്ലാം പോയാൽ പിന്നെ പറയാൻ വേണ്ട. ഇതിനെക്കാട്ടും ഭേദം അവനെ കൊടുക്കുന്നതാണ്. പറഞ്ഞോലെ ആ ഇസാൻ എന്ത്? എടി സാറാമേ, എടി സാറാമേ. എന്തു വെച്ചാ എന്ത് വേണം? എടി നമ്മുടെ ഇസാഖ് അല്ലേടി? ഓ അവൻ നമ്മുടെ ചർച്ചിലെ ക്രിക്കറ്റ് ടീമിൽ പറഞ്ഞില്ല, ഒരു കമ്പോ ഒരു ബാറ്റും ആയിട്ട്. എടി നീ അവനൊന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വരാൻ പറ. ഞാൻ പറഞ്ഞിട്ടെന്ന് പറ. എനിക്ക് വയ്യ, എന്നിട്ട് വേണം അവന്റെ ഭാര്യ സൂക്ഷിച്ചു മൊത്തം എനിക്ക് കേൾക്കാൻ. അച്ഛൻ തന്നെ വിളിച്ചാൽ മതി. ഹലോ ഹലോ ഹലോ, ആരാ മോനെ? പപ്പയാടാ. പപ്പയായാലും കപ്പയായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന. എടാ നീ അത്യാവശ്യം ഇവിടെ വരണടാ. എനിക്ക് വരാൻ പറ്റത്തില്ല. എടാ ഇവിടെ ഒരു ജീവന്മാരന് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. എന്താ മമ്മിയുടെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ചോ? അതൊന്നും അല്ല, അതെനിക്ക് ഡെയിലി കൊള്ളുന്ന അതൊരു വിഷയമല്ല. ഇതാ പ്രശ്നം. എടാ നീ അത്യാവശ്യം വരണടാ. എനിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ KFC വാങ്ങിച്ചു തരാം. ആ പപ്പനെ കഴിച്ചാൽ മതി. പപ്പ വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. മമ്മി നിനക്ക് വേണ്ടി പിസ്സ, മാക്കറോണി, പാസ്ത ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓടി വാ. അത് മമ്മിയോട് തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ മതി. എടാ ചെറുക്ക നീ ഇവിടെ വരാൻ എന്താ ചെയ്യണ്ടേ? ശരി, എനിക്കൊരു ഐഫോൺ മേടിച്ചു തരണം. ഐഫോൺ അത്രേ ഉള്ളൂ? ഞാൻ വാങ്ങിച്ചു വെച്ചേക്കാം, നീ ഓടി വാ. പക്ഷെ ഞാൻ വരുമ്പോൾ തന്നെ എനിക്ക് കിട്ടണം. എടാ നിന്റെ അപ്പനാണോ പറഞ്ഞു? ഓടി വാ. പപ്പ നീ വന്നോ? ഞാൻ പറഞ്ഞ സാധനം പിടിച്ചോ? ഐഫോൺ അല്ലേ, ഞാൻ വാങ്ങിച്ചു വെച്ചേക്കാം. അപ്പന്മാർ പറഞ്ഞ വാക്കിന് സ്ഥിരത വേണം. ഞാൻ പോവാം, എനിക്ക് പണിയുണ്ട്. പോലോ നമുക്കൊരു മൗണ്ട് വരെ കയറാനുള്ളടാ. മൗണ്ടനാ? ഞാനില്ല, എന്റെ തടിയും ഗ്ലാമറും കളയണം. എടുത്താ നമുക്ക് പെട്ടെന്ന് വരാ. ഞാൻ വരുന്നില്ല. എടുത്താടാ, വാടാ പോവാ. ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ? നീ അപ്പഴല്ലേ പറഞ്ഞു? ഒന്ന് വാ. ഇല്ല. നീ വരും. നീ വരണം. നിനക്ക് നന്മയുണ്ടാക്കുവാൻ നീ ദീർഘായുസ്സോടെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക.